നമസ്കാരം. നായയുടെ വാല് പന്തീരാണ്ടുകാലം കുഴലിട്ടാലും നിവർന്നു വരില്ല എങ്കിൽ കോൺഗ്രസിനും ഇനി ചരിത്ര ഭൂരിപക്ഷം നേടിയാലും തമ്മിൽ തല്ല് നിർത്താൻ അറിയില്ല എന്ന് തന്നെ. വിജയത്തിന്റെ ചൂടാറുന്നത് വരെയെങ്കിലും ഒന്ന് കാത്തിരിക്കാമായിരുന്നു എന്നല്ലാതെ എന്തു പറ. ഇത് കേരളം മുഴുവൻ പ്രതീക്ഷിച്ചതാണെങ്കിലും ഒരല്പം ഉളുപ്പ് വേണമായിരുന്നു. പ്രതിപക്ഷത്ത് നിന്ന് ഭരണപക്ഷമായത് മിനിമം പക്വത, മര്യാദ കേരളം പ്രതീക്ഷിക്കുന്നതിൽ തെറ്റു പറയാനൊക്കും. കേരള രാഷ്ട്രീയത്തിലെ തിരഞ്ഞെടുപ്പ് വിജയങ്ങൾ പലപ്പോഴും ആഘോഷങ്ങളോടെയാണ് തുടങ്ങുന്നത്. പക്ഷേ ചിലപ്പോൾ അതിന്റെ പിന്നാലെ ഉയരുന്നത് അധികാര പോരാട്ടങ്ങളാണ്. ഇപ്പോൾ സംസ്ഥാനത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ ഉയരുന്ന പുതിയ ചർച്ചകളും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചുറ്റിപ്പറ്റിയുള്ള ആഭ്യന്തര ഭിന്നതകൾ വീണ്ടും പുറത്തേക്ക് വരുമ്പോൾ വിജയത്തിനു പിന്നാലെ പോലും ഐക്യം നിലനിർത്താൻ കഴിയുന്നില്ല കോൺഗ്രസിന് എന്ന വിമർശനം ശക്തമാവുകയാണ്. പാർട്ടികളിൽ തന്നെ വിവിധ വിഭാഗങ്ങൾ സ്വന്തം സ്ഥാനാർത്ഥികളെ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ നേതൃസ്ഥാനത്തേക്ക് ആരാണ് ഏറ്റവും യോഗ്യൻ എന്ന ചർച്ച ശക്തമാവുകയാണ്. ഇതൊരു സ്വാഭാവിക രാഷ്ട്രീയ പ്രക്രിയ ആയിരിക്കാം, പക്ഷെ അതിന്റെ രീതി തന്നെയാണ് ഇപ്പോൾ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നത്. ഈ ചർച്ചയിൽ പ്രധാനമായി ഉയർന്ന പേരുകളിൽ ഒന്നാണ് കെ.സി. വേണുഗോപാൽ. ദേശീയ തലത്തിൽ അനുഭവ സമ്പത്തുള്ള നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. പാർട്ടി സംഘടനയിൽ ദീർഘകാലമായി പ്രവർത്തിച്ച അനുഭവവും കേന്ദ്ര നേതൃത്വവുമായി അടുത്ത ബന്ധവും അദ്ദേഹത്തെ ഒരു സാധ്യതയായ സ്ഥാനാർത്ഥിയാക്കി ഉയർത്തുന്നു. ഭരണപരമായ തീരുമാനങ്ങളിൽ ഏകോപനം കൊണ്ടുവരാനും വിവിധ ഗ്രൂപ്പുകളെ ഒരുമിപ്പിക്കാനും കഴിയുമെന്ന പ്രതീക്ഷയും ചിലർ മുന്നോട്ട് വയ്ക്കും. മുഖ്യമന്ത്രി സ്ഥാന ചർച്ചകൾ സജീവമാകുന്നതിനിടെ കോൺഗ്രസ് നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷം എംഎൽഎമാരുടെയും പിന്തുണ ഉറപ്പെന്ന് കെ.സി. വേണുഗോപാൽ പക്ഷം ശക്തമായ വാദം ഉന്നയിച്ചു തുടങ്ങി. കോൺഗ്രസിന്റെ 63 എംഎൽഎമാരിൽ 35 പേർ കെ.സി. വേണുഗോപാലിന്റെ ഒപ്പമാണെന്നും 10 എ ഗ്രൂപ്പ് എംഎൽഎമാരിൽ 8 പേരും കെ.സിയെ പിന്തുണച്ചേക്കുമെന്നുമാണ് അവകാശവാദം. 3 സ്വതന്ത്രരുടെ പിന്തുണയും കെ.സി. പക്ഷം അവകാശപ്പെടുന്നുണ്ട്. എംഎൽഎമാരുടെ തല എണ്ണിയാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതെങ്കിൽ കെ.സിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ട് എന്നാണ് കെ.സി. ഗ്രൂപ്പ് വാദിച്ചു തുടങ്ങുന്നത്. കോൺഗ്രസ് നിരീക്ഷകർ കേരളത്തിലെത്തുമ്പോൾ 43 കോൺഗ്രസ് എംഎൽഎമാർ കെ.സി. വേണുഗോപാലിന് അനുകൂലമായ നിലപാട് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കും. അതേസമയം വിജയിച്ച എ ഗ്രൂപ്പ് എംഎൽഎമാരായ ദീപക് ജോയ്, എ വിൻസെന്റ് എന്നിവരുടെ പിന്തുണ കെ.സി. പക്ഷം പൂർണ്ണമായും പ്രതീക്ഷിക്കുന്നില്ല. ഭൂരിപക്ഷം എംഎൽഎമാരുടെ പിന്തുണയുണ്ടെങ്കിലും കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണമെങ്കിൽ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും പിന്തുണ അനിവാര്യമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഗാന്ധി കുടുംബത്തിന്റെ മനസ്സ് എന്താണെന്ന് ഇതുവരെയും വ്യക്തമല്ല. എന്നാൽ അദ്ദേഹത്തിന്റെ പരിമിതികളും ചർച്ചയിൽ നിന്ന് ഒഴിവാക്കാനാവില്ല. സംസ്ഥാന തലത്തിൽ നേരിട്ടുള്ള ഭരണപരിചയം കുറവാണെന്ന വിമർശനം പലപ്പോഴും ഉയരാറുണ്ട്. കൂടാതെ ഗ്രൂപ്പ് രാഷ്ട്രീയം ശക്തമായ ഒരു സംസ്ഥാനത്തിൽ എല്ലാവരെയും ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്ന സംശയവും ചിലർക്കുണ്ട്. അതായത് ശക്തമായ സംഘടനാ പശ്ചാത്തലം ഉണ്ടായാലും അത് ഭരണ നേതൃത്വത്തിലേക്ക് എത്രത്തോളം മാറുമെന്ന് വിലയിരുത്തേണ്ടതാണ്. ഇതോടൊപ്പം തന്നെ വി.ഡി. സതീശൻ എന്ന പേരും ചർച്ചയിൽ നിർണായകമാവുകയാണ്. നിലവിലെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശക്തമായ സാന്നിധ്യമുള്ള വ്യക്തിയാണ് അദ്ദേഹം. പാർട്ടിയെ നിലനിർത്താനും ശക്തിപ്പെടുത്താനും അദ്ദേഹം വഹിച്ച പങ്ക് വലിയതാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിനുള്ള സ്വാഭാവിക അവകാശിയായി അദ്ദേഹത്തെ കാണുന്നവരുമേറെയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ സതീശനെ പിൻവലിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്ന ചോദ്യവും ഉയരും. പാർട്ടിക്കുള്ളിലെ ചില വിഭാഗങ്ങൾ മറ്റു നേതാക്കളെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുവെന്ന വിലയിരുത്തലുകൾ ആഭ്യന്തര ഭിന്നതകൾ കൂടുതൽ വ്യക്തമാക്കുകയാണ്. ഇതൊരു ആരോഗ്യകരമായ മത്സരമാണോ അല്ലെങ്കിൽ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനമോ എന്നതാണ് ചർച്ച. ഇവിടെ വലിയ പ്രശ്നം മറ്റൊന്നാണ്. വിജയിച്ചാലും കോൺഗ്രസ് ഉൾക്കൊള്ളുന്ന ആഭ്യന്തര ഏകോപനം എത്രത്തോളം ഉറപ്പാണ്? തിരഞ്ഞെടുപ്പിൽ വിജയം നേടുന്നത് ഒരു ഘട്ടം മാത്രമാണ്. അതിനുശേഷം നേതൃനിർണയം, മന്ത്രിസഭാ രൂപീകരണം, ഭരണ നടപടികൾ ഇവയെല്ലാം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അതിലേറെ വലിയ വെല്ലുവിളിയാണ്. ആ ഘട്ടത്തിലാണ് പലപ്പോഴും പാർട്ടികൾ തമ്മിലുള്ള ഭിന്നതകൾ കൂടുതൽ തുറന്നു കാട്ടപ്പെടുന്നത്. കേരളത്തിൽ കോൺഗ്രസിന് മുന്നിലുള്ള വെല്ലുവിളിയും അതുതന്നെയായിരിക്കും. ഒരു വശത്ത് ശക്തമായ നേതാക്കളും സാധ്യതകളും, മറുവശത്ത് ഗ്രൂപ്പ് രാഷ്ട്രീയവും ആഭ്യന്തര മത്സരവും. ഈ രണ്ട് ഘടകങ്ങൾ തമ്മിൽ ഒരു ബാലൻസ് കണ്ടെത്താനാകുമോ എന്നതാണ് കോൺഗ്രസിന് ഇനി നിർണായകമാവുക. ഈ ചർച്ചകൾ ഒരു വ്യക്തിയെ കുറിച്ചുള്ളതല്ല, മറിച്ച് ഒരു പാർട്ടിയുടെ ഭാവിയെ കുറിച്ചുള്ളതാണ്. നേതൃത്വം ആരാകണമെന്ന് തീരുമാനിക്കുന്നത് വെറും വ്യക്തിപരമായ യോഗ്യതകളെ മാത്രം ആശ്രയിച്ചല്ല, പാർട്ടിയുടെ ഐക്യവും ഭാവി ദിശയും കൂടി പരിഗണിച്ചായിരിക്കും. ഇനി കാണേണ്ടത് കോൺഗ്രസ് ഈ ആഭ്യന്തര ഭിന്നതകൾ മറികടന്ന് ഒരു ഏകോപിതമായ നേതൃമുഖം മുന്നോട്ട് വെക്കുമോ, അല്ലെങ്കിൽ ഈ മത്സരങ്ങൾ തന്നെ പാർട്ടിയുടെ മുന്നേറ്റത്തെ ബാധിക്കുമോ എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിൽ വിജയത്തെക്കാൾ പ്രധാനപ്പെട്ടത് ആ വിജയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ശരിക്കും കോൺഗ്രസിന്റെ ശരിയായ മത്സരം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഗോതയിൽ എതിർ പാർട്ടികളോടായിരുന്നില്ല,
മറിച്ച് അത് സ്വന്തം നേതാക്കന്മാരോട്, തോളിൽ കൈയിട്ട് കൂടെ നടന്നവരോട്, നടക്കുന്നവരോട് പാർട്ടിക്കുള്ളിൽ ഇനിയാണ് നടക്കാൻ പോകുന്നത്. ഒന്നേ പറയാനുള്ളൂ, കേരളത്തിന്റെ വില കളയരുത്.